ഉന്നത വിദ്യാഭ്യാസ രംഗത്ത് ജോലി സാധ്യതയുള്ള ഡിഗ്രി കോഴ്സുകളുമായി DePaul കോളേജ്, ഡിസാറ്റ്, നിലമ്പൂർ. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെയും കേരള സർക്കാരിന്റെയും അംഗീകാരത്തോടെ വിൻസെൻഷൻ വൈദികരുടെ നേതൃത്വത്തിൽ നിലമ്പൂർ റെയിൽവേ സ്റ്റേഷന് സമീപം DePaul ക്യാമ്പസിൽ BCA, BSW, BCom, BSc ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ്, BSc സൈക്കോളജി, BSc ഹോട്ടൽ മാനേജ്മെന്റ് തുടങ്ങിയ ഡിഗ്രി കോഴ്സുകളിലേക്ക് അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു. ആധുനിക സൗകര്യങ്ങളോടെയുള്ള കോളേജ്, പരിചയസമ്പന്നരായ അധ്യാപകർ, ജർമ്മൻ, ഫ്രഞ്ച് ഭാഷകളിൽ സൗജന്യ പഠനവും വിദേശ സർവകലാശാലകളിൽ തുടർ പഠനത്തിനുള്ള അവസരവും തൊഴിൽ ഉറപ്പുവരുത്തുന്ന ആഡ്-ഓൺ സർട്ടിഫിക്കേഷൻസ്. DePaul കോളേജ്, ഡിസാറ്റ്, നിലമ്പൂർ. ഫോർ അഡ്മിഷൻ ആൻഡ് ഡീറ്റെയിൽസ് call 8304033246. Visit www.disat.in. മുൻ വൈരാഗ്യത്തെ തുടർന്ന് യുവാവിനെ ആക്രമിച്ചു പരിക്കേൽപ്പിച്ച സംഭവത്തിൽ പ്രതികൾ അറസ്റ്റിൽ. മുൻ വൈരാഗ്യത്തെ തുടർന്ന് യുവാവിനെ ഇരുമ്പ് പൈപ്പ് കൊണ്ടും മറ്റും ആക്രമിച്ച് ഗുരുതരമായ പരിക്കേൽപ്പിച്ച സംഭവത്തിൽ ഒളിവിൽ പോയ പ്രതികൾ അറസ്റ്റിൽ. എടവണ്ണ സ്വദേശികളായ പുത്തൻവീട്ടിൽ വഫീദ് എന്ന പാപ്പി, പുതുക്കോടൻ വിജീഷ് എന്ന കൊച്ചു, തിരുവനന്തപുരം ചിറയിൻകീഴ് ചിലമ്പിൽ ശാസ്തവട്ടം സ്വദേശി അനിൽ ഭവനിൽ അമൽ എന്ന കണ്ണൻ എന്നിവരാണ് പിടിയിലായത്. ഇവർ നിരവധി ക്രിമിനൽ കേസുകളിൽ ഉൾപ്പെട്ട കാപ്പ കേസ് പ്രതി എടവണ്ണ മുണ്ടേങ്ങര സ്വദേശി കൊളപ്പാടൻ നിസാമിന്റെ കൂട്ടാളികളാണ്. മമ്പാട് സ്വദേശി കാമ്രത്ത് ഷാജഹാനെയാണ് പ്രതികൾ മുൻ വൈരാഗ്യത്തെ തുടർന്ന് ആക്രമിച്ച് പരിക്കേൽപ്പിച്ചത്. ഫെബ്രുവരി 18 തീയതി രാത്രി 10:30യോടെയാണ് കേസിനാസ്പദമായ സംഭവം നടന്നത്. എടവണ്ണയിൽ ഫർണിച്ചർ ഷെഡ് നടത്തുന്ന പരാതിക്കാരനെ കാറിൽ മുഖംമൂടി ധരിച്ച് എത്തിയ സംഘം ഇരുമ്പുവടി കൊണ്ടും പട്ടിക കൊണ്ടും ആക്രമിച്ച് ഗുരുതര പരിക്കേൽപ്പിക്കുകയായിരുന്നു. ആക്രമണത്തിൽ ഷാജഹാന്റെ ഇരു കാലുകളുടെയും എല്ലുകൾക്ക് പൊട്ടൽ സംഭവിച്ചു. തുടർന്ന് ഒളിവിൽ പോയ പ്രതികളെ കണ്ടെത്താനായി ജില്ലാ പോലീസ് മേധാവിയുടെ നിർദ്ദേശപ്രകാരം നിലമ്പൂർ ഡിവൈഎസ്പി VK വിശ്വംഭരൻ നായരുടെ നേതൃത്വത്തിൽ പ്രത്യേക അന്വേഷണ സംഘം രൂപീകരിച്ചിരുന്നു. തുടർന്ന് കൊടുവള്ളിയിൽ ഒളിവിൽ താമസിച്ചു വരികയായിരുന്ന പ്രതികളെ വെള്ളിയാഴ്ച രാവിലെ രഹസ്യ വിവരത്തെ തുടർന്ന് CI G പ്രൈജുവിന്റെ നേതൃത്വത്തിലുള്ള പ്രത്യേക അന്വേഷണ സംഘം അവിടെ വെച്ച് കസ്റ്റഡിയിലെടുത്തു. സംഭവം നടക്കുന്നതിന് 4 ദിവസം മുൻപ് പരാതിക്കാരനായ ഷാജഹാന്റെ ബന്ധുവിനെ വഫീദും വിജീഷും ആക്രമിച്ച് പരിക്കേൽപ്പിച്ചിരുന്നു. ഇതുമായി ബന്ധപ്പെട്ട് പോലീസിൽ പരാതി നൽകാനും മറ്റും ഷാജഹാൻ മുൻകൈയെടുത്തിരുന്നു. ഇതിന്റെ മുൻവൈരാഗ്യം കൊണ്ടാണ് പ്രതികൾ ഷാജഹാനെ ആക്രമിക്കാൻ ഗൂഢാലോചന നടത്തിയത്. ഇതിനായി പ്രതികൾ ഗുണ്ടാ നേതാവ് നിസാമിന്റെ സഹായം തേടുകയും നിസാമിന്റെ നേതൃത്വത്തിൽ കാറിലെത്തിച്ച സംഘം ഷാജഹാനെ ആക്രമിച്ച് പരിക്കേൽപ്പിക്കുകയുമായിരുന്നു. ASI സുനിത MP, CPOമാരായ വിജിത് A, വിനീത്, ദിനേശ് K, സിയാദ്, ഷറഫ്, പ്രത്യേക അന്വേഷണ സംഘത്തിലെ സുനിൽ മമ്പാട്, അഭിലാഷ് കൈപ്പിനി, ആഷിഫ് അലി, T നിബിൻദാസ്, ജിയോ ജേക്കബ്, P സജീഷ്, CK സജേഷ്, കൃഷ്ണദാസ് എന്നിവരടങ്ങിയ സംഘമാണ് പ്രതികളെ പിടികൂടിയത്. N4 ന്യൂസ്, എടവണ്ണ. +2 ശേഷം 100% ജോലി ഉറപ്പാക്കുന്ന ഒരു കോഴ്സ് തിരയുകയല്ലേ നിങ്ങൾ? അങ്ങനെയാണെങ്കിൽ ഹെൽത്ത് കെയർ മേഖലയിലേക്ക് ഒരു നല്ല അവസരം ഇപ്പോൾ തുറന്നിരിക്കുന്നു. 20 വർഷത്തെ സേവന പാരമ്പര്യമുള്ള ആര്യ കോളേജിൽ പാരാമെഡിക്കൽ കോഴ്സുകളിലേക്ക് അഡ്മിഷൻ എടുക്കും. കോഴ്സ് കഴിഞ്ഞയുടൻ തന്നെ 15,000 രൂപ സാലറിയും ഇന്റേൺഷിപ്പും ഉറപ്പാക്കും. GNM, BSc MLT, DPharm, DMLT, AT&OT, നഴ്സിംഗ്, ANM, ഫാർമസി അസിസ്റ്റന്റ്, ഇമേജിംഗ് ടെക്നോളജി, ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ തുടങ്ങി തിരഞ്ഞെടുക്കാൻ നിരവധി തൊഴിലധിഷ്ഠിത കോഴ്സുകൾ. SSLC അല്ലെങ്കിൽ +2 കഴിഞ്ഞാൽ അപേക്ഷിക്കാം. കുറഞ്ഞ ഫീസോടെ മാസത്തവണകളിലും പഠിക്കാം. ഓൺലൈൻ ക്ലാസ് ഓപ്ഷനും ലഭ്യമാണ്. കോഴ്സ് പൂർത്തിയാക്കിയാൽ ട്രെയിനിങ് പ്ലസ് പ്ലേസ്മെന്റ് ലഭിക്കുന്ന രീതിയിലാണ് പ്രോഗ്രാം ഒരുക്കിയിരിക്കുന്നത്. ഹെൽത്ത് കെയർ ഫീൽഡിലേക്ക് ഒരു സെക്യൂർ ഫ്യൂച്ചർ ആഗ്രഹിക്കുന്നവർക്ക് ഇത് നല്ലൊരു തുടക്കമാവാം. സീറ്റ് ലിമിറ്റ് ആവുന്നതിന് മുമ്പ് ഇപ്പോൾ തന്നെ കോൺടാക്ട് ചെയ്യൂ. ആര്യ കോളേജ്, ന്യൂ ബസ് സ്റ്റാൻഡ്, നിലമ്പൂർ, മലപ്പുറം. ചരിത്ര വിവാഹ് ബ്രൈഡൽ കളക്ഷൻ ബൈ ഷോപ്പിംഗ് വെഡിങ്. അറ്റ്ലസ് ഫാഷൻ, മിനർവ പടി, നിലമ്പൂർ. ഇനി കുറഞ്ഞ വിലയിൽ കൂടുതൽ വാങ്ങാം. PG മെഡിക്കൽ ട്രസ്റ്റ് ഹോസ്പിറ്റൽ, VK റോഡ്, നിലമ്പൂർ.